അതിനാവശ്യമായ തെളിവുകൾ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല, ഇങ്ങനെയൊരു സംഭവം നടന്ന് നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടും ആരോഗ്യവകുപ്പിലെ ഒരാളും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. 15-ാം തീയതിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഇന്നലെ ഈ മരണം ഉണ്ടായതിനു ശേഷം നെയ്യാറ്റിൻകര ആശുപത്രിയിലെ രേഖകൾ വരെ തിരുത്തി എന്നതിൻ്റെ തെളിവുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 15-ാം തീയതി 2:41-നാണ്. ഇപ്പം ഇവിടെ ഒരു രേഖ ഉണ്ടായിരിക്കുന്നത് 15-ാം തീയതി 3:41 നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ECG എടുത്തതായും 3:39 വേറൊരു ECG എടുത്തതായും. ആ ID നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരേ മെഷീനിൽ തന്നെ രണ്ട് പ്രാവശ്യം 30 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ECG എടുത്തായിട്ടാണ്. സത്യത്തിൽ ഈ 3:41 15-ാം തീയതി 3:41 3:39 ECG എടുത്തായിട്ടൊരു രേഖ ഉണ്ടാക്കിയിരിക്കുകയാണ്, വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം 2:41 മെഡിക്കൽ കോളേജിൽ ഇവർ അഡ്മിറ്റ് ചെയ്തായിട്ടുള്ള രേഖ ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ എന്താണ്, ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? മാത്രമല്ല, മരുന്നുകൾ നിർദ്ദേശിച്ചത് വേറൊരു സ്ഥലത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മരുന്നുകൾ നിർദ്ദേശിച്ചത്. ഇപ്പോൾ പുതിയതായിട്ട് രേഖ ഉണ്ടാക്കിയിരിക്കുന്ന ആ മരുന്ന് അതിൽ 3 കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ രേഖ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ചികിത്സാ പിഴവ്, അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥ ഇതുവരെ എന്നിട്ടൊരു പരാതി കൊടുത്തിട്ട് നടപടിയെടുത്തില്ല. ഇന്നലെ രാത്രി ഈ വലിയ സമരവും ബഹുജന പ്രക്ഷോഭവും നടന്നപ്പോൾ ഇന്ന് നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ, ഇതൊരു പാവപ്പെട്ട കുടുംബത്തിലൊരു പാവപ്പെട്ട സ്ത്രീയാണ്. ഈ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി ബൈക്കിൽ കയറി ഭർത്താവിൻ്റെ കൂടെ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിലെ 3-ാമത്തെ നില നടന്നു കയറിയ ആളാണ് ഈ പെട്ടെന്നൊരു മരുന്ന്, ഈ ബൈസ്റ്റാൻഡറായ ഭർത്താവ് ഒന്ന് മാറിയ സമയത്ത് ഒരു മരുന്ന് കുത്തിവെച്ചത്. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത് ഏത് മരുന്നാണ് ഇത് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഏത് മരുന്നാണ് കൊടുത്തതെന്ന് പോലും പറയുന്നില്ല. കാരണം തെറ്റായ ഒരു മരുന്ന് കൊടുത്തതുകൊണ്ടാണ് ഈ കുഴപ്പം ഉണ്ടായത്. അത് ഏത് മരുന്നാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ കൗണ്ടറായിട്ടുള്ള ഒരു മരുന്ന്, റെമഡി ആയിട്ടുള്ളൊരു മരുന്ന് വേറെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ചോദിച്ചിട്ട് ഈ ആശുപത്രിയിൽ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ തികഞ്ഞ അനാസ്ഥ ഈ കേസിലുണ്ട്. കുറ്റക്കാർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറവാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. തീരെ പാവപ്പെട്ട 5 സെൻറ്റിൽ താമസിക്കുന്ന വീട്ടുമുറ്റത്താണ് ഈ ശവസംസ്കാര കർമ്മം നടത്തിയിരിക്കുന്നത്. ഒരു നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് നീതി ലഭ്യമാകുന്നത് വരെ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, ഒരു രാഷ്ട്രീയവും ഇല്ല. തെറ്റ് ചെയ്തത് ബന്ധപ്പെട്ട ആളുകളാണ്. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ മാത്രമല്ല ഇതിനകത്ത് രാഷ്ട്രീയം വരുള്ളൂ. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുത്ത് കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. അത് ചെയ്യേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. ഇതായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി കൂടി ഞാൻ സമർപ്പിക്കും. ഈ ആരോഗ്യവകുപ്പിന് നിരവധിയായിട്ട് വീഴ്ചകൾ സംഭവിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ കുടുങ്ങുന്നു. ഇപ്പോൾ അടുത്ത സംഭവം ആവർത്തിക്കുകയാണ്. നിരവധിയായിട്ടില്ല. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെറുവിരൽ ശസ്ത്രക്രിയ ചെയ്യാൻ പോയ കുട്ടിയുടെ നാക്ക് ശസ്ത്രക്രിയ ചെയ്തു, ലിഫ്റ്റിൽ ആൾ കുടുങ്ങി. നിരവധിയായിട്ട് ഇപ്പം മന്ത്രി എല്ലാത്തിനും അന്വേഷണത്തിന് റിപ്പോർട്ട് പറയും. ഞാൻ പറയും ഇതെല്ലാം കൂടി വലിയ ഗ്രന്ഥമാക്കുക. ഈ അന്വേഷണത്തിന് കൊടുത്തിരിക്കുന്നു. അന്വേഷണത്തിന് പോകുന്ന മാത്രമേ ഉള്ളൂ, തിരിച്ചു വരുന്നില്ല, ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പല മെഡിക്കൽ കോളേജുകളിലും പല സർക്കാർ ആശുപത്രികളിലും നടക്കുകയാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. നന്നായി ഡോക്ടർമാരും നന്നായി ജീവനക്കാരും രോഗികളെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഫലപ്രദമായ നടപടികളും ഇടപെടലുകളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. 1-2 സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ച് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ഇതുപോലുള്ള അനാസ്ഥ ഈ സാധാരണക്കാരും പാവപ്പെട്ടവരും കിടക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ചിലപ്പോൾ അധിക ഭാരം ഉണ്ടാവും, അധിക ജോലി ഭാരം ഉണ്ടാവും. ഒരുപാട് പേഷ്യൻസ് ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 500 പേഷ്യൻസ് കിടക്കേണ്ട സ്ഥലത്ത് 750 പേഷ്യൻസ് ഉണ്ടാവും. പക്ഷേ ഇത് മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. നിസ്സാരമായ ഒരു രോഗം, കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ചെന്ന ആളുടെ ഡെഡ് ബോഡിയാണ് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യം അറിയണം. അതാണ്.